ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിൻഡു സുബിൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് വൻപയർ തോരൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചെറിയ ഉള്ളി ഒരു 8-10 എണ്ണം, പിന്നെ നമുക്ക് ആവശ്യമായത് നമ്മുടെ ചെറിയ ജീരകം അതൊരു 1 ടീസ്പൂൺ, പിന്നെ നമുക്ക് ആവശ്യമായത് പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. കാരണം ഇതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, നമ്മൾ പച്ചമുളക് മാത്രമാണ് എരിവിന് ചേർക്കുന്നത്. നമുക്ക് എരിവ് കുറച്ച് മതി, അതുകൊണ്ടാണ് 1 പച്ചമുളക് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അരമുറി തേങ്ങ. ആദ്യമേ തന്നെ നമുക്ക് കൃഷി ചെയ്യേണ്ട സാധനങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക. അതിനുവേണ്ടി നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇവയെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരഞ്ഞു പോകാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. അങ്ങനെ നമുക്ക് ചതച്ചെടുത്തിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരയണ്ട, ഒന്ന് ഇതായിട്ട് കിട്ടണം. പിന്നെ നമുക്ക് ആവശ്യമായത് കറിവേപ്പില ആവശ്യത്തിന് ചേർക്കാം, പിന്നെ കടുക്, പിന്നെ നമുക്ക് വറ്റൽമുളക്, ഇത് താളിക്കാൻ ആവശ്യമായതാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മുടെ വൻപയർ നേരത്തെ ഒന്നും നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ അങ്ങനെ വെക്കാൻ പറ്റിയില്ല എങ്കിൽ കുക്കറിനുള്ളിൽ ഒരു 3 വിസിൽ നെകക്ക വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ അടിച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം രണ്ടാമത് ഒന്നുകൂടെ വിസിൽ അടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ വൻപയർ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. പിന്നെ തോരൻ വെക്കുന്നതിനുള്ള വൻപയർ നമുക്ക് ഭയങ്കരമായിട്ടൊന്നും വെന്ത് കിട്ടണമെന്നില്ല, ഒന്ന് കുറച്ച് വേവ് കുറഞ്ഞു നിന്നാലാണ് തോരന് എപ്പോഴും നല്ലത്. അങ്ങനെ നമ്മൾ വൻപയർ എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളക് ചേർക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വൻപയർ ഇട്ട് കൊടുക്കുമ്പോൾ വൻപയറിനകത്ത് കുറച്ച് വെള്ളമുണ്ടെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ടതാണ്. നമ്മൾ ലിഡ് വെക്കാതെ ഇളക്കി കൊടുത്ത് നന്നായിട്ടത് വറ്റിച്ച് ആ വെള്ളമെല്ലാം പോയി നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് തോരൻ കിട്ടേണ്ടതാണ്. അത് കുറച്ച് നേരം ലിഡ് വെക്കാതെ തന്നെ ഓപ്പൺ ചെയ്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് നമ്മുടെ പയർ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പയർ തോരൻ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആർക്കെങ്കിലും ഈ ചാനൽ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്ന് ഷെയറും ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ പയർ തോരൻ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.